ഹായ് ഡിയേഴ്സ്, ദ ബുക്ക് ഓഫ് ആൻസേഴ്സ് ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമുള്ളൊരു ഗൈഡൻസ്, ക്ലാരിറ്റി, മെസ്സേജ് എന്നിലൂടെ അവർക്ക് നൽകിയാലും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഇറ്റ് ഈസ് സംതിങ് യു വോണ്ട് ഫോർഗെറ്റ്. അപ്പോൾ നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു വിഷയം, അങ്ങനെ എന്തോ ഒരു സംഭവമാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അത് കാരണം നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റബോധമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതൊരു പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യമായിരുന്നിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ നേരിടേണ്ടി വന്നുപോയി. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞുപോയി. ഇനിയും അതിനെപ്പറ്റി തന്നെ ആലോചിച്ചിരുന്ന് വെറുതെ നിങ്ങളുടെ നല്ല സമയം വേസ്റ്റ് ആക്കി കളയരുത്. നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അന്ന് നടന്ന ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നടന്ന ആ ഒരു വിഷയം, അതുമായിട്ട് ഉള്ള ഒരു കുറ്റബോധമാണ് നിങ്ങളെ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാലാണ് നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒരു പുരോഗതിയും ഉണ്ടാക്കാൻ സാധിക്കാത്തത്. കാരണം അത് നിങ്ങളെ തടയാണ്. ഈ ഒരു കുറ്റബോധം എന്നത് നിങ്ങളെ നെഗറ്റീവായിട്ടാണ് ബാധിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് എന്ത് കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്കൊരു തടസ്സമായിട്ട് വരുന്നത്. ഇതാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിൻ്റെയും ഒരു റൂട്ട് പ്രോബ്ലം എന്ന് പറയുന്നത്, റൂട്ട് കോസ് എന്ന് പറയുന്നത്. അന്ന് സംഭവിച്ച ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയം, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് കുറ്റബോധം സംഭവിച്ചു. ആ കുറ്റബോധത്തിനാലാണ് ഇപ്പോൾ ഈ നിങ്ങളുടെ ലൈഫിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത എന്തോ ഒരു കാര്യമാണ്. പക്ഷേ അത് ഹീല് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം അതിക്രമിച്ചു എന്ന് തന്നെ പറയണം. അപ്പോൾ ആ ഒരു കാര്യം നടക്കാനുള്ളത് നടന്നു. അത് നമ്മളുടെ കയ്യിലായിരുന്നില്ല അന്ന്. ഇപ്പോൾ നിങ്ങൾ അത് ഹീല് ചെയ്യുക. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. നിങ്ങൾ യൂണിവേഴ്സിനോട് സോറി പറയുക. ഇനിയിപ്പോ ഇതെന്താണ് കുറ്റബോധം എന്ന് വെച്ചാൽ ആ ആൾക്കാരോട് ചെന്ന് സോറി പറയാൻ പറ്റില്ല. പകരം യൂണിവേഴ്സിനോട് സോറി പറയുക. ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. താങ്ക് യു ഡിയേഴ്സ്.